മഴ. ഇപ്പോൾ ഡാമിന്റെ ഷട്ടർ ഉയർത്തിയിരിക്കുന്നു. അരുൺകുമാർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂന്നാമത്തെ ഷട്ടറാണ് മലമ്പുഴ ഡാമിന്റെ മൂന്നാമത്തെ ഷട്ടർ ഉയർത്തിയിരിക്കുന്നു. മലമ്പുഴ ഡാമിന്റെ മൂന്നാമത്തെ ഷട്ടർ ഉയർത്തിയിരിക്കുന്നു. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ബാണാസുര സാഗർ ഡാമിന്റെയും പാലക്കാട് മലമ്പുഴ ഡാമിന്റെയും ഷട്ടറുകൾ തുറന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കനാലിലുള്ളവർ, കൽപ്പാത്തിപ്പുഴയുടെ തീരത്തുള്ളവർ, പ്രത്യേകിച്ച് ഭാരതപ്പുഴയുടെ തീരത്തുള്ളവരൊക്കെ പ്രത്യേകം ജാഗ്രത പാലിക്കുക. ഇപ്പോൾ നീരൊഴുക്ക് കൂടിയതിനെ തുടർന്ന് പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ മൂന്നാമത്തെ ഷട്ടർ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. ഒരു ഷട്ടറാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. 5 സെൻറ്റിമീറ്റർ ആയിരിക്കും ഒരുപക്ഷെ ഉയർത്താൻ സാധ്യതയുള്ളത്. എത്രയാണ് ഉയർത്തുക? കുമാർ, നിലവിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് 5 സെൻറ്റിമീറ്റർ ഉയർത്തും എന്നുള്ളതാണ്. ഏതായാലും മൂന്നാമത്തെ ഷട്ടർ ഉയർത്തിയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഷട്ടർ അല്പസമയത്തിനകം തന്നെ ഉയർത്തും. രണ്ടാമത്തെ ഷട്ടറിൻ്റെ ഈ ഷട്ടർ ഉയർത്തുന്ന ഭാഗത്തേക്ക് ഇപ്പോൾ ഡാം അധികൃതർ എത്തിയിരിക്കുന്നു. രണ്ടാമതായി തുറക്കാൻ പോകുന്നത് മലമ്പുഴ ഡാമിൻ്റെ രണ്ടാമത്തെ ഷട്ടറാണ്. എല്ലാ സ്പിൽവേ ഷട്ടറുകൾ 2 ഷട്ടറുകൾ തുറക്കാനാണോ തീരുമാനം ഇക്ബാൽ? കൂടി ഉയർത്തും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഷട്ടർ കൂടി ഉയർത്തിയിരിക്കുന്നു. ഡാമിൻ്റെ 2 ഷട്ടറുകളും രണ്ടാമത്തെ ഷട്ടറുകൾ കൂടി ഇപ്പോൾ 2 ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നു. 5 സെൻറ്റിമീറ്റർ വീതം ആണ് ഇപ്പോൾ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. ഈ റൂൾ കർവ് പ്രകാരം ഡാമിൻ്റെ ജലനിരപ്പ് ക്രമീകരിക്കേണ്ടതുണ്ട്. വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഡാമിൻ്റെ ഈ പരമാവധി സംഭരണ ശേഷിയായിട്ടുള്ള 115 മീറ്ററിന് സമീപത്തേക്ക് ഈ ജലനിരപ്പ് എത്തിയിരുന്നു. 111 മീറ്റർ സംഭരണ ശേഷി എത്തിയതോടുകൂടി അല്ലെങ്കിൽ ജലനിരപ്പ് എത്തിയതോടുകൂടിയാണ് പിന്നീട് ഇത്തരത്തിൽ ഡാം തുറക്കാനുള്ള ഒരു തീരുമാനം ഡാം അധികൃതർ സ്വീകരിച്ചത്. 3 ദിവസമായി വലിയ രീതിയിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് പ്രദേശവാസികൾക്കും അതുപോലെ തന്നെ കൽപ്പാത്തിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കും ഡാം അധികൃതർ നൽകിയിരുന്നു. ഏതായാലും അതിന് പിന്നാലെ ഇന്ന് ഇപ്പോൾ 10:15 മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ്. മലമ്പുഴ ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്ന വിവരം അറിഞ്ഞ നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ ഷട്ടർ മലമ്പുഴ ഡാമിൻ്റെ മൂന്നാമത്തെ ഷട്ടർ, അതായത് ആദ്യത്തെ ഷട്ടറാണ് ഇത്. ആ ഷട്ടർ കൂടി ഉയർത്തിയിരിക്കുന്നു. ഇപ്പോൾ 3 ഷട്ടറുകൾ 5 സെൻറ്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. ഉയർത്തിയിട്ടുള്ള ആ ഒരു മീറ്ററിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റിമീറ്ററിൻ്റെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇന്നലെ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഡാം അധികൃതരും അതുപോലെ തന്നെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറിൽ നിന്ന് ഉൾപ്പെടെ ലഭിച്ചുള്ള വിവരങ്ങൾ പ്രകാരമാണ് ഇത്തരത്തിൽ 5 സെൻറ്റിമീറ്റർ ആണ് ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുക എന്ന രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്തിയതിന് ശേഷം ഡാം അധികൃതർ മാധ്യമങ്ങളെ കാണും. അപ്പോൾ ഒരു സ്ഥിരീകരണം ലഭിക്കുമെന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പ്രകാരം 5 സെൻറ്റിമീറ്റർ വീതമാണ് ഈ ഷട്ടറുകൾ ഉയർത്തുന്നത്. 3 ഷട്ടറുകൾ ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. ഇനി ഒരു ഷട്ടർ കൂടിയാണ് ഉയർത്താനുള്ളത്. ഏതായാലും പുഴകളുടെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് കൽപ്പാത്തിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും കൽപ്പാത്തിപ്പുഴയിലേക്കാണ് മലമ്പുഴ ഡാം തുറന്നാൽ ആദ്യഘട്ടത്തിൽ വെള്ളം എത്തുക. അതുകൊണ്ട് തന്നെ മലമ്പുഴ പഞ്ചായത്ത് മുതൽ തന്നെ പരിധിയിലുള്ള ആളുകൾ തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കണം. മലമ്പുഴ പഞ്ചായത്തിൻ്റെ 6, 8, 10, 12 വാർഡുകളിലുള്ള ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാരണം ഡാം തുറന്നാൽ പെട്ടെന്ന് തന്നെ വെള്ളം കൽപ്പാത്തിപ്പുഴയിലേക്ക് എത്തും. പുഴ കരകവിഞ്ഞ് ഒഴുകാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സന്ദർഭം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഡാം അധികൃതർ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. അതിനുശേഷം പിന്നീട് കൽപ്പാത്തിയിലൂടെ ആ പുഴ ഒഴുകിപ്പോയി പിന്നീട് ഭാരതപ്പുഴയിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. റൂൾ കർവ് പ്രകാരം ജലനിരപ്പ് ക്രമീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഡാമിൻ്റെ ഷട്ടറുകൾ അടയ്ക്കുകയും ചെയ്യും. 2018 മുതൽ തുടർച്ചയായി എല്ലാ വർഷവും ഇത്തരത്തിൽ റൂൾ കർവ് ക്രമീകരിക്കുന്നതിന് വേണ്ടി മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിരുന്നു. നേരത്തെ 2018 നമുക്ക് അറിയുന്ന പോലെ തന്നെ ഒരുപാട് വർഷങ്ങളുടെ ഒരു ശേഷമാണ് 2018 ഡാം ഉയർത്തുന്നത്. പിന്നീട് തുടർച്ചയായി വലിയ മഴ ലഭിക്കുമ്പോഴെല്ലാം മലമ്പുഴ ഡാമിൽ വലിയ ജലനിരപ്പ് ഉയരുകയും ആ ജലനിരപ്പ് ഉയരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റൂൾ കർവ് ക്രമീകരിക്കുന്നതിനായി ഷട്ടറുകൾ ഉയർത്താറുമുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മഴ ഇത്തവണ ലഭിച്ചു. കഴിഞ്ഞ വർഷം ജൂണിൽ ലഭിച്ചതിനേക്കാൾ ഇരട്ടി മഴയാണ് ഇത്തവണ മലമ്പുഴയിൽ ലഭിച്ചതെന്നാണ് ജലസേചന വകുപ്പ് പറയുന്നത്. 346 മില്ലിമീറ്റർ മഴ ഇത്തവണ ലഭിച്ചു എന്നുള്ളതാണ് ജലസേചന വകുപ്പിൻ്റെ കണക്ക് എന്ന് പറയുന്നത്. ഏതായാലും ജൂണിൽ തന്നെ ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഡാം അധികൃതർക്ക് ഇപ്പോൾ ഏതായാലും ഡാമിൻ്റെ 4ാമത്തെ ഷട്ടർ കൂടി ഉയർത്താനുള്ള നീക്കമാണ്. അതുമായി ബന്ധപ്പെട്ട അവസാനഘട്ട പരിശോധന ഉദ്യോഗസ്ഥർ നടത്തുന്നു. ഏതായാലും ഡാമിൻ്റെ 4ാമത്തെ ഷട്ടർ കൂടി ഇപ്പോൾ ഉയർത്തുകയാണ്. ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഡാം അധികൃതർ ഡാമിന് മുകളിലുണ്ട്. അവർ ആ 4ാമത്തെ ഷട്ടർ ഉയർത്തുന്ന ആ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു. ഷട്ടർ ഉയർത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ഡാം അധികൃതർ ആ ഷട്ടർ കൂടി ഉയർത്തും. അങ്ങനെയാണെങ്കിൽ 4 ഷട്ടറുകളും ഇപ്പോൾ ഈ 5 മിനിറ്റ് കൊണ്ട് ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുക എന്നുള്ളത് തന്നെയാണ് ഡാം അധികൃതരുടെ തീരുമാനം എന്ന് പറയുന്നത്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുന്നത്. കനത്ത ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതായാലും ഒരു വട്ടം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു.
നൽകുന്നത് മലമ്പുഴ പഞ്ചായത്തിലെ 6, 8, 10, 12 വാർഡുകളിൽ താമസിക്കുന്ന ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണം. അതിനോടൊപ്പം തന്നെ കൽപ്പാത്തി പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്ന ആളുകളും ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. നിലവിൽ മലമ്പുഴ ഡാമിൻ്റെ ഈ ജലസംഭരണ നില എന്ന് പറയുന്നത് 115.06 മീറ്ററാണ്. പക്ഷേ നിലവിൽ ജലനിരപ്പ് 111.24 മീറ്ററാണ്. ആ 111.24 മീറ്റർ എത്തിയതോടുകൂടിയാണ് ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും 4ാമത്തെ ഷട്ടർ അല്പസമയത്തിന് തന്നെ ഉയർത്തും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള അവസാനഘട്ട പരിശോധനകളാണ് ഇപ്പോൾ ഡാമിന്റെ മുകളിൽ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അല്പസമയത്തിനകം തന്നെ ഈ ഷട്ടർ കൂടി ഉയർത്തും എന്നുള്ളതാണ് അറിയിച്ചത്. നിരവധി ആളുകളാണ് മലമ്പുഴ ഡാമിന്റെയും വയനാട് ബാണാസുര സാഗർ ഡാമിന്റെയും ഷട്ടറുകൾ ഇപ്പോൾ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. 5 സെന്റിമീറ്റർ വീതമാണ് പാലക്കാട് മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. ഡാമിന്റെ കനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവരും കൽപ്പാത്തിപ്പുഴയിൽ താമസിക്കുന്നവരും ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകം ജാഗ്രത പാലിക്കുക. ജലനിരപ്പ് അല്പം ഉയരാനുള്ള സാധ്യതയുണ്ട്. പല ഇടങ്ങളിലും മഴ ഇപ്പോഴും കനത്ത് തന്നെ പെയ്യുന്നുണ്ട്. ഓറഞ്ച് അലർട്ട് ഉണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക. മഴയുടെ കൂടുതൽ വിവരങ്ങൾ ആദ്യം പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ TV എത്തിക്കും. സമഗ്രമായ വിവരങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. നിങ്ങളുടെ ദൃശ്യങ്ങളും ഞങ്ങൾക്ക് അയച്ചു നൽകുക. മഴ അലേർട്ടുകൾക്കായിട്ട് പ്രത്യേകമായൊരു നമ്പറുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ കൃത്യമായും അത് അധികാരികളുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്താം.